10 ഹെക്ടറുകളിലായി വ്യാപിച്ചു കിടക്കുന്ന തടാകത്തിനു ചുറ്റും നിരവധി ഫലവൃക്ഷങ്ങൾ തണൽ വിരിക്കുന്നു. സീഹൽ സലാം മരുഭൂമിക്കും ബാബൽ ഷംസിനും മധ്യത്തിലാണ് ഈ മനോഹര തീരം. വിവിധ ഇനങ്ങളിൽപ്പെട്ട അരയന്നങ്ങൾ തടാകത്തിന് പുതുജീവൻ പകരുന്നു. പല രാജ്യങ്ങളിൽ നിന്നുള്ള 130 വർഗത്തിൽപ്പെട്ട ദേശാടന പക്ഷികളുടെ ഇഷ്ടകേന്ദ്രമായും ഈ തീരം മാറുകയാണ്. അൽഖുദ്റ തടാകം തേടി നിരവധി കുടുംബങ്ങളാണ് വന്നെത്തുന്നത്. മത്സ്യങ്ങളുടെ ധാരാളിത്തം തടാകത്തിന്റെ നൈർമല്യത്തിന് മാറ്റുകൂട്ടുന്നു. മരുഭൂമിയിൽ രൂപപ്പെടുത്തിയ തടാകവും വൃക്ഷ നിബിഡമായ അന്തരീക്ഷവും തന്നെയാണ് നഗരവാസികളെ ആകർഷിക്കുന്ന പ്രധാന ഘടകം. മലയാളി കുടുംബങ്ങളും ധാരാളമായി ഇവിടേക്ക് വന്നുചേരുന്നുണ്ട്. UAE-യിൽ ബിസിനസ്സുകാരനായ ജയപ്രകാശിന് ഇത് വേറിട്ട അനുഭവമായി മാറുകയാണ്. വന്ന് കണ്ടപ്പോൾ ഭയങ്കര രസമായിട്ടിരിക്കുന്നത്. ഇത് എനിക്കൊന്ന് UAE-യിൽ ഇതുപോലത്തെ വേറൊരു സ്ഥലം ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? കാര്യം ഇതുപോലെ ഇങ്ങനെ ഒരു പ്രത്യേകതയുള്ള വേറൊരു സ്ഥലം, ഇത് ഡിഫറെൻ്റാണ്. കുട്ടികൾക്കും പുതിയ വിനോദകേന്ദ്രം ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് നല്ല സ്ഥലമാണെന്ന് എനിക്കറിയാം, പക്ഷെ ഇത്ര വലിയ സ്വാനൊന്നും കണ്ടിട്ടില്ല. അതായിട്ടാണെന്നുകൊണ്ട് വേറെ എക്സൈറ്റ്മെന്റ്. നഗരത്തിന്റെ തിരക്കിൽ നിന്ന് മാറി വാരാന്ത്യ അവധികൾ ചെലവിടാനുള്ള മികച്ച കേന്ദ്രമായും അൽഖുദ്റ മാറുകയാണ്. ക്യാമറ പേഴ്സൺ ഫഹീം വളാഞ്ചേരിക്കൊപ്പം MC നാസർ, മീഡിയ 1, ദുബൈ.